സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനാ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനാ. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളും യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളും യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ
നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ, ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ, ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം ആണ് നാം പഠിച്ചു വരുന്നത്. വെളിപ്പാട് പുസ്തകം നമുക്കറിയാം, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. വരാനിരിക്കുന്നതായ കാര്യങ്ങൾ, ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്, മേലിൽ സംഭവിക്കുന്ന എന്തെല്ലാമാണ്, അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട്, സ്വർഗീയ വെളിപ്പാട്. വെളിപാടല്ല, വെളിപ്പാട്, റെവലേഷൻ, സ്വർഗീയമായ വെളിപ്പാട്. ദൈവം കരുണയോടെ തൻ്റെ ജനത്തിന് വരാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ ഏകാഗിയായി കഴിയുമ്പോൾ ആ ദ്വീപിൽ നാടുകടത്തപ്പെട്ട് ഒറ്റയ്ക്ക് കഴിയുന്ന സമയത്താണ് സ്വർഗീയ ദർശനങ്ങൾ ലഭിച്ചത്, സ്വർഗീയ അരുളപ്പാടുകൾ ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിലും കടുത്ത ദുരിതങ്ങൾ വരുമ്പോൾ സ്വർഗീയമായ അരുളപ്പാടുകൾ ലഭിക്കും. കടുത്ത കൊടിയ വേദനകൾ വരുമ്പോൾ സ്വർഗീയമായ അരുളപ്പാടുകൾ നമുക്ക് ലഭിക്കും. നിങ്ങൾക്കും ഒരുപക്ഷെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ വലിയ ദുരിതത്തിൽ കൂടി കടന്നുപോയ അവസരങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം തരുന്ന വാക്കുകൾ ലഭിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. ആശ്വാസം തരുന്നതായ ദൈവത്തിൻ്റെ വചനം. കഠിനമായ വേദനയിൽ പൊള്ളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ചില വചനങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്തൊരാശ്വാസമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ യാതനകളും ദുരിതങ്ങളും വേദനകളും കെടുതികളും വരുന്ന സമയങ്ങളിൽ ദൈവത്തിൻ്റെ തിരുവചനം ധ്യാനിക്കുകയാണെങ്കിൽ, തിരുവചനം ഒന്ന് ഓർക്കുകയാണെങ്കിൽ, തിരുവചനം ഉരുവിടുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ആശ്വാസം ലഭിക്കും. ഈ വചനം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം. വചനത്തിൻ്റെ വെളിപ്പാട്, വചനം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വേദപുസ്തകം നിരന്തരം വായിക്കണമെന്ന്. ബൈബിൾ വായിക്കണം. ബൈബിളിലെ വാക്യങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് കഴിയുമ്പോൾ കാണാതെ പഠിച്ചോളും. അത് കാണാതെ പഠിക്കാൻ വേണ്ടി വായിക്കുകയല്ല, വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അറിയാതെ കാണാതെ പഠിച്ചു പോകും. ഞാൻ ബൈബിളിലെ വാക്യങ്ങൾ കാണാതെ പഠിച്ചത് അങ്ങനെയാണ്. വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ അത് കാണാതെ പഠിച്ചു പോയി, ഞാൻ തന്നെ അറിയാതെ പഠിച്ചു പോയി. വേദവാക്യങ്ങൾ അത് ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ വെളിപ്പാട്. ആ തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ അത്ഭുതകരമായ ശക്തി നമ്മിലേക്ക് പകരും. ആ വചനത്തിന് അങ്ങനെ ശക്തിയുണ്ട്. വചനം തീയാണ്. നമ്മുടെ ഈ സിരകളിലൂടെ ആ തീ ഒഴുകുന്നത് നമുക്കതിനെ അനുഭവിക്കാം. ഞാൻ നിരന്തരം അനുഭവിക്കുന്നത് അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാനിന്ന് സമാധാനത്തോടെ കഴിയുന്നത്. ഈ വചനത്തിൻ്റെ തീയിലായിരുന്നെങ്കിൽ ഞാൻ എന്നേ നഷ്ടപ്പെട്ടു പോയേനെ. ഈ വചനമാണ് എന്നെ നിലനിർത്തിയത്. ഈ വചനമാണ് ക്രിസ്തുവിലേക്ക് എന്നെ വഴി നടത്തിയത്. വചനം, യേശുക്രിസ്തുവിലേക്ക് നോക്കുക എന്നെ പഠിപ്പിച്ചു വചനം. ഒരു മനുഷ്യനിലേക്ക് നോക്കാൻ പറ്റുകയില്ല, ഒരു കൂട്ടായ്മയിലേക്ക് നോക്കാൻ പറ്റുകയില്ലെന്ന് കർത്താവിനെ പഠിപ്പിച്ചു വചനം. വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. അവങ്കലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഈ വാക്യം അറിയാമല്ലോ. വാക്യം അറിയാമെങ്കിൽ നിങ്ങളൊന്ന് അനുഭവിക്കുന്നുണ്ടോ? അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സ്തോത്രം. ക്രിസ്തുവിലേക്ക് നോക്കുക. മനസ്സ് ഉഷ്ണിക്കുമ്പോൾ ആ ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് നോക്കുക. മനസ്സ് നൊന്ത് വിങ്ങുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുക. ആകുലഭാരങ്ങൾ മനസ്സ് ഉലയുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കുക.
ക്രിസ്തുവിൻ്റെ വചനമാകുന്ന വെളിപ്പാട് നിങ്ങൾക്ക് സമാധാനം തരും, ഉറപ്പ് തരും, ആശ്വാസം തരും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാറ്റമില്ല. നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ളതായ പാകപ്പിഴകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും, പാപം വന്നുപോയി, നിങ്ങൾ കാര്യം ചെയ്യൂ. നിങ്ങൾ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ പാദമെടുത്തിരിക്കൂ. കർത്താവോട് പറയണം, കർത്താവേ, എനിക്കിതിന് മുമ്പ് വരാൻ യോഗ്യതയോടായിട്ടല്ല ഞാൻ വന്നത്. ഞാൻ അയോഗ്യനാണ്, എനിക്കൊരർഹതയുമില്ല, ഞാൻ പാപിയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പല പല പ്രശ്നങ്ങൾ, അനേകം തെറ്റുകളൊന്നും പോയിട്ടുണ്ട്. കർത്താവേ, നിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ കർത്താവേ, ഞാൻ തിരുമുൻപാകെ ഒരു വാക്ക് പറയുന്നു. ഇനി മരണത്തോളം ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച് സാത്താനെ ഉപേക്ഷിച്ച് പാവം വിട്ട് ഒരു പുതിയ ജീവിതം ഞാൻ നയിക്കും. കർത്താവേ, തൃക്കരം എൻ്റെ മേൽ വരണമേ. ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ വീണ്ടും തന്നെ അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് മാനസാന്തരം കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വന്നു കഴിഞ്ഞു. വിശ്വസിക്കൂ, വ്യക്തമാണ്, പിന്നെ സംശയിക്കരുത്. കാരണം വചനമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അതെ, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ യേശുക്രിസ്തു അധികാരം കൊടുത്തു. വ്യക്തമല്ലേ? എന്നാൽ മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. വ്യക്തമല്ലേ? ഇതാണ് വചനം. ആ വചനം മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ വാദിക്കണം. നിങ്ങൾ കർത്താവിനോട് പ്ലീഡ് ചെയ്യണം. കർത്താവേ, ഞാൻ നിൻ്റെ വചനം അനുസരിച്ച് തിരുമുമ്പാകെ ഞാൻ വന്നിരിക്കുന്നു. എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിരിക്കുന്നു. ഒരു പുതിയ ജീവിതം ഞാൻ ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ഇനി പാവം എന്നെ തൊടുകയില്ല. സാത്താൻ എൻ്റെ മേൽ യാതൊരു അവകാശം ഉണ്ടായിരിക്കുകയില്ല. ഞാൻ നിൻ്റെ സ്വന്തമായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളത്തിൽ വന്നു കഴിഞ്ഞു. വിശ്വസിക്കുക. അതിനാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. ആരും പറഞ്ഞിണ്ട ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നു എന്ന് ആരും പറഞ്ഞു തരണ്ട. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് തന്നെത്താൻ വചനത്തിൽ കൂടിയുള്ളൊരു വിശ്വാസം വരണം. വചനത്തിൽ കൂടിയുള്ളതായ ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടണം. ദൈവത്തിന് സ്തോത്രം. ഇതൊന്ന് കേട്ടപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്കൊന്ന് ഒരു തീരുമാനത്തിലേക്ക് വരാമോ? നിങ്ങൾ എത്രയോ നാളുകളായി വചനം കേൾക്കുന്നവരാണ്. ഇന്നൊരു ഉറപ്പില്ല, പലർക്കും ഉറപ്പില്ല. ഇന്ന് ഞാൻ മരിച്ചാൽ ദൈവസന്നിധിയിൽ പോകുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ കർത്താവിൻ്റെ അരികിലെത്തും എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇപ്പോഴും പലർക്കും സംശയമാണ്. അതാണ്, ആ സംശയം വരാൻ പാടില്ലാത്ത വിധത്തിൽ നിങ്ങൾക്ക് വചനത്തിൽ ഉറപ്പ് വേണം. അതാണ് വചനത്തിൻ്റെ വെളിപ്പാട്. വചനത്തിൽ ഉറപ്പ് വേണം. വചനം എങ്ങനെയാണ് പറയുന്നത്? കൃത്യമായിട്ട് പറയുകയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആരെയും നോക്കാതെ, ആരിലും ആശ്രയിക്കാതെ, ഒരു വ്യക്തിയിലേക്കും ആശ്രയിക്കാതെ, ഒരു വ്യക്തിയിലേക്കും നോക്കാതെ, ഒരു കൂട്ടായ്മയിലേക്ക് നോക്കാതെ, ഒരു സഭയിലേക്ക് നോക്കാതെ, ഒരു സഭാ നേതാവിലേക്ക് നോക്കാതെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം പ്രകാശമാകും. എല്ലാ അന്ധകാരവും പോവും. എല്ലാ തിന്മയും ഓടി ഒളിക്കും. പൈശാചിക സേനകൾ വിഭ്രമിച്ചു മാറും. ദുഷ്ടപ്പിശാച് അടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നാം വെളിപ്പാട് പുസ്തകത്തിൽ നാം 9-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നത് വലിയൊരു പെരുംചൂളയിലെ പുക പോലെ പൊങ്ങുന്നു. വായിക്കാം, 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ. 5-ാമത്തെ ദൂതനൂതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. ഒരു നക്ഷത്രം വീണ് കിടക്കുന്നു. നക്ഷത്രം എന്ന് പറയുന്നത് അത് അവിടെ നക്ഷത്രം ഒരു ഭീകരനായ പൈശാചികനാണ്. സാത്താൻ്റെ ഒരു വലിയ കിങ്കരനാണ്. ഒരു നക്ഷത്രം വീണ് കിടക്കുന്നത് കണ്ടു. അവന് അഗാധ കൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. പിന്നെ അവൻ അഗാധ കൂപം തുറന്നു. ഈ ദുഷ്ടനായ സാത്താൻ്റെ പിണിയാളായ സേവകനായ
ആ ദുഷ്ടപിശാച് അഗാധകൂപത്തിൻ്റെ മൂടി തുറന്നു. ഉടനെ പെരുഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ ആ കൂപത്തിൽ നിന്ന് പുക പൊങ്ങുന്നത് കണ്ടു. പ്രവാചകൻ ഇത് കാണുകയാണ്, യോഹന്നാൻ അത് കാണുകയാണ്. പെരിഞ്ചൂളയിലെ പുക പോലെ ഈ കൂപത്തിൽ നിന്ന് പുക പൊങ്ങുന്നത് കണ്ടു. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. ആ ഭയങ്കരമായ ധൂപടലത്തെ കൊണ്ട് സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതെന്താണ് വെട്ടുക്കിളി? നാം പുറമേ കാണുന്ന വെട്ടുക്കിളിയല്ല, ദുരാത്മാക്കളാണ്. ദുരാത്മാക്കളുടെ കൂട്ടം ഭൂമിയിലേക്ക് വരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ഭീകര സൈന്യം, ദുരാത്മാക്കളുടെ കൂട്ടം. അനേക കുടുംബങ്ങളിൽ ഈ ദുരാത്മാക്കൾ കുടിവാർക്കുകയാണ്. അനേക കുടുംബങ്ങളിൽ. അതുകൊണ്ടാണ് എന്നും വഴക്ക്, എന്നും ഇഷ്ടക്കുറവ്, ഒന്നുമാറി ശണ്ട, ഒന്നുമാറി കലഹം, ഒന്നല്ലെങ്കിൽ ഒന്ന് വേറൊരു വിധത്തിൽ ഓരോ തരത്തിലുള്ളതായ പീഡകൾ. രോഗപീഡയാകാം, അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കമാകാം, അനേകം പ്രതിസന്ധികളാകാം. എല്ലാം ഈ ദുരാത്മാക്കൾ ഒന്ന് നശിപ്പിക്കുകയാണ്, ഓരോ കുടുംബത്തെയും പിടികൂടിയിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം, ദുഷ്ടനായ പിശാചിൻ്റെ പ്രവൃത്തി ഇപ്പോഴേ ഭൂമിയിലുണ്ട്. അധർമ്മവൃത്തി വെളിപ്പെട്ടിട്ടില്ല. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന എതിർ ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല, അന്ത്യക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇപ്പോൾ തടുക്കുന്നവന് വഴിയിൽ നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഇപ്പോൾ തടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിൽക്കുന്നത് കൊണ്ടാണ് അധർമ്മമൂർത്തിയായ അന്ത്യക്രിസ്തു വെളിപ്പെടാത്തത്. പരിശുദ്ധാത്മാവ് തടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക ലേഖനം 2 അധ്യായം. നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം, അന്ത്യക്രിസ്തുവിന്റെ ആശയഗതികൾ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ഇതുവരെ ഈ അധർമ്മമൂർത്തിയെ തടുത്തുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ദൈവത്തിന് സ്തോത്രം. ഈ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് തടുത്തുകൊണ്ട് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ ദുരാത്മസേനകൾ, അതാണ് വെട്ടുകളി എന്ന് പറഞ്ഞതാണ്. വലിയൊരു കൂട്ടം ദുരാത്മസേനകൾ, ഭീകര സൈന്യങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. പലരുടെയും ഭവനങ്ങളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ലജ്ജ കൂടാതെ പറയട്ടെ, ഈ ഭവനത്തിൽ ഉണ്ടായിരുന്നു 5 മരണം നടന്നു. 5 മരണം. എൻ്റെ അപ്പൻ മരിച്ചു 33-ാമത്തെ വയസ്സിൽ, ചേട്ടൻ മരിച്ചു 13-ാമത്തെ വയസ്സിൽ. സ്തോത്രം. എനിക്ക് അപ്പം മരിക്കുമ്പോൾ 1 വയസ്സ് പ്രായം, ചേട്ടൻ മരിക്കുമ്പോൾ 2 വയസ്സ് പ്രായം. പിന്നെ അമ്മ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ മരിച്ചു പോയിരുന്നു എന്ന്. ഈ ഭവനത്തിൽ തന്നെ 5 മരണം നടന്ന വീട്, ദുരാത്മാക്കൾ പന്താടിയ ഭവനം, പിശാച് വിളയാടിയ വീട്, സാത്താൻ അവൻ വിഹരിച്ച ഭവനം. എന്തെല്ലാമായിരുന്നു ദോഷങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. മന്ത്രവാദോഷങ്ങളുണ്ടായിരുന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. വല്ല ക്ഷുദ്രപ്രയോഗങ്ങളോ അഭിചാരങ്ങളോ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അമ്മയുടെ ഓർമ്മയിൽ ഇല്ല. പക്ഷേ അപ്പൻ ഇവിടെ വന്ന് ഈ വീട് വാങ്ങി തറവാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് വീട് താമസിക്കാൻ തുടങ്ങുമ്പോൾ അന്ന് ഈ വീട് വാങ്ങുന്നത് പുറജാതികളോടാണ്. അവരുടെ പൂജാബിംബങ്ങൾ ഇവിടെ അറയ്ക്കകത്തുണ്ടായിരുന്നു. അവരുടെ വിഗ്രഹങ്ങൾ അറയ്ക്കകത്തുണ്ടായിരുന്നു. പുറമെയുള്ള വിഗ്രഹങ്ങളല്ല, അവരുടെ വിഗ്രഹ സേവ. ഒരു അറയുണ്ടായിരുന്നു, ഈ വീട്ടിൽ അറയുണ്ടായിരുന്നു, നെല്ലറ. അത് നെല്ലിടാനായിട്ട് ഉപയോഗിച്ചിരുന്നു. 2 വലിയ അറയുണ്ടായിരുന്നു. അത് അറയ്ക്കകത്ത് നെല്ല് കൂട്ടിയിട്ടിരുന്നു. പക്ഷേ എനിക്ക് ആ നെല്ല് ഇടുന്നതും നെല്ല് വാരുന്നതൊക്കെയൊക്കെ ഓർമ്മയുള്ളൂ. എനിക്ക് മറ്റൊന്നും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഈ ദുരാത്മാക്കൾ പന്താടിയ ഈ വീട്ടിൽ
പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. കർത്താവായ യേശു ക്രിസ്തു എഴുന്നള്ളി വന്നു. ദൈവത്തിന് സ്തോത്രം. അതൊരു അത്ഭുതമായിരുന്നു. ഞാനിന്ന് എന്തുകൊണ്ടാണ് കർത്താവേ അങ്ങനെ നിനക്ക് വരാൻ തോന്നിയത്? എനിക്ക് നന്മയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എനിക്ക് ഏതെങ്കിലും കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുണ്ടായിരുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് നിനക്ക് വരാൻ തോന്നിയത്? ഞാൻ യേശുവിനോട് എളിമയോട് പറഞ്ഞു, കർത്താവേ നിനക്ക് എന്നോട് കരുണ തോന്നി, ഞങ്ങളുടെ കുടുംബത്തോട് കരുണ തോന്നി. ഇവിടെ കർത്താവ് കൂടാരമടിച്ചു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ഇവിടെ കൂടാരമടിച്ചു. നിങ്ങളെ ഒരു കാന്തശക്തി ആകർഷിച്ച് കൊണ്ടുവരികയായിരുന്നു. ഒരു കാന്തം നിങ്ങൾ വശീകരിച്ച് ആകർഷിച്ചു കൊണ്ടുവരികയായിരുന്നു. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നിങ്ങളെ ഓരോരുത്തരെയും ആകർഷിച്ചുകൊണ്ടുവന്നുകൊണ്ട് ഇരുത്തി. നിങ്ങളെക്കുറിച്ച് യേശുവിന് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് യേശുവിന് പ്രതീക്ഷയുണ്ട്. യേശുവിൻ്റെ പ്രതിനിധികളായി നിങ്ങൾ ഈ ഭൂമിയിൽ നിൽക്കുമെന്ന് കർത്താവിന് പ്രതീക്ഷയുണ്ട്. യേശുവിൻ്റെ സ്വന്തമായി നിങ്ങൾ ജീവിക്കുമെന്ന്, യേശുവിൻ്റെ സ്വന്തം വകയായി ജീവിക്കുമെന്ന് നിങ്ങളെക്കുറിച്ച് കർത്താവിന് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങളെ തള്ളിക്കളയാനല്ല. സ്തോത്രം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാകപ്പഴ വരുമ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത്, തള്ളിക്കളയാനല്ല. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ നല്ലപോലെ അറിയുന്നു കർത്താവിടെ കൂടാരമടിച്ചതിനെ തുടർന്ന് കെടുതികൾ മാറുന്നു, ദുരിതങ്ങൾ മാറുന്നു, സമാധാനം വരുന്നു, രോഗങ്ങൾ മാറുന്നു, എല്ലാ വിധത്തിലും ഐശ്വര്യമാകുന്നു, മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നു, എല്ലാം സമാധാനമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. എല്ലാ കാര്യങ്ങളിലും എന്നെ കൈത്താങ്ങ് തന്ന് എൻ്റെ കാര്യങ്ങൾ സ്നേഹത്തോടെ ലാളനയോടെ ഓമനിച്ച് നോക്കി നടത്തി. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ഞാനൊരു വാക്ക് പറയട്ടെ. നിങ്ങളുടെ പലരുടെയും ഭവനങ്ങളിൽ ഇന്ന് ദുരാത്മാക്കൾ വാഴുന്നു. പെരിഞ്ചുള്ളിയിൽ പുക പോലെ പൊങ്ങുന്ന ഭീകരന്മാരായ ദുരാത്മാക്കൾ അനേകം കുടുംബങ്ങളിൽ വാഴുന്നു. കോപിച്ച് കലറുകയും കൃഷിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളുണ്ട്. എന്നും കലഹവും വഴക്കും പിണക്കുമായുള്ള കുടുംബങ്ങളുണ്ട്. വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാതെ അഭിപ്രായ വ്യത്യാസമായി വഴക്കടിച്ച് പോയി കിടന്നുറക്കമില്ലാതെ രണ്ടുപേരും 2 മുറിയിൽ കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പൈസയില്ലാതെ വലഞ്ഞ് വിഷമിച്ച് ഭർത്താവ് കിടക്കയിൽ ഉറക്കമില്ലാതെ നെടുവീർപ്പിട്ട് കിടക്കുമ്പോൾ ഭാര്യ ചോദിക്കുന്നു, ഉറക്കം വരുന്നില്ലേ? ഇല്ല, ഞാനിപ്പോൾ എങ്ങനെ ഉറങ്ങും എന്ന് ഭർത്താവ് പറയുന്നു. ഭാര്യ വിതുമ്പി കരയുന്നു, ഭർത്താവും കരയുന്നു. പൈസ കൊടുത്തു തീർക്കാൻ മാർഗമില്ലാതെ ഭർത്താവ് വിഷമിക്കുന്നു, ഭാര്യയും കരയുന്നു. അങ്ങനെ കരച്ചിലിൻ്റെ കുടുംബങ്ങൾ അനേകങ്ങളുണ്ട്. ഭർത്താവ് നേരത്തെ മരിച്ചുപോയി, ഒറ്റപ്പെട്ടു പോയി, ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ കരയുന്ന സ്ത്രീകളുണ്ട്, വിധവമാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അവരോടെല്ലാം സഹതാപം വരുന്നു, എനിക്ക് വാത്സല്യം വരുന്നു. എൻ്റെ ഈ വാർദ്ധക്യത്തിൽ അനേകരുടെ ദുരിതം കണ്ട് ഞാനും ഒപ്പം കരയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളോടൊരു വാക്ക് പറയട്ടെ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഇന്ന് വ്യക്തമായൊരു തീരുമാനം എടുക്കുക. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? കർത്താവിനോട് വാക്ക് പറയാൻ പറ്റുമോ? എങ്കിൽ ദുരാത്മാക്കളെല്ലാം വിട്ടുപോകും. വ്യക്തമാണ്. നീ സൂര്യനുദിക്കുമ്പോൾ അന്ധകാരശക്തി മാറുമെന്ന് പറയുന്നല്ലോ. സൂര്യനുദിക്കുമ്പോൾ ഇരുട്ട് മാറുമെന്ന് പറയുന്നത് പോലെ നീ സൂര്യനായ കർത്താവായ യേശുക്രിസ്തു ഭവനത്തിൽ വന്ന് ഉദിച്ചാൽ എല്ലാ അന്ധകാരശക്തിയും മാറിപ്പോകും, എല്ലാ ദുരാത്മബാധകളും മാറിപ്പോകും, എല്ലാ പൈശാചിക സൈന്യങ്ങളും വിഭ്രമിച്ചു പോകും. അതുകൊണ്ട് ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ,
എൻ്റെ ആയുസ് അതിൻ്റെ കരങ്ങളിലേക്ക് ഞാനിത് ആവശ്യിച്ചു തരുന്നു. യേശുവേ, നിന്നോടുള്ള ജീവിതമാണ് എനിക്ക് വേണ്ടത്, എനിക്കത് മാത്രം മതി, വേറൊന്നും വേണ്ട. കർത്താവ് പറഞ്ഞു, കർത്താവേ, ഞാൻ വേറൊന്നിനോട് ചോദിച്ചില്ലല്ലോ, ഞാൻ വേറൊന്നിനോട് ആവശ്യപ്പെട്ടില്ലല്ലോ, ഒരു വിശുദ്ധനായി ജീവിച്ചാൽ മതിയെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നിങ്ങളിപ്പോൾ കർത്താവോട് വാക്ക് പറയൂ, കർത്താവേ, നഷ്ടപ്പെട്ട കാലങ്ങൾ കണക്കിടല്ലേ, എന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ. നമുക്ക് കർത്തകരങ്ങളിലേക്ക് നമ്മളതിനെ ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങളിതിനെ സ്തുതിക്കുന്നു, ഞങ്ങളിതിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പാ, നിൻ്റെ പ്രിയമക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അനേകം ക്ലേശങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും സഹിച്ചു വന്ന ഈ മക്കൾക്ക് സമാധാനവും ആശ്വാസം നൽകി പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തലോടണമേ, എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കണമേ, ഹൃദയത്തിലെ ആകുലങ്ങൾ മാറ്റണമേ, സമാധാന ജീവിതം നൽകണമേ, ഐശ്വര്യമുള്ള ഒരു നല്ല ജീവൻ നയിപ്പാൻ ഭാഗ്യം നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. സ്തോത്രം. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TV-യിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.